CPIMൻ്റെ പാർട്ടി പരിപാടി തന്നെ വിശ്വാസികൾക്കും മതവിശ്വാസം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇനി ഒരു വിശ്വാസമില്ലാത്തവർക്കും ജീവിക്കാൻ സാധിക്കുന്ന ഒരു നാടിനെക്കുറിച്ചാണ് പാർട്ടി പരിപാടി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് മതവിശ്വാസികൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കേണ്ട ഒരു തടസ്സമില്ല. ഏത് വിശ്വാസിക്കും പാർട്ടിയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട്. പാലസ്തീൻ പ്രശ്നത്തിലും സദാം ഹുസൈൻ്റെ പ്രശ്നത്തിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടപെടുന്നത് കൃത്യമായ സാർവദേശീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അത് വോട്ട് തട്ടാനാണ് എന്നാണ് ലീഗ് നേതാവിൻ്റെ വ്യാഖ്യാനം. ഞങ്ങൾക്ക് ഈ സാർവദേശീയ പ്രശ്നങ്ങൾ എന്ന് പറയും ഇപ്പോഴും മാത്രമല്ല, സോവിയറ്റ് റഷ്യ ഉള്ളപ്പോഴും അതിശക്തിയായിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചു പോയിട്ടുള്ള പാർട്ടിയാണ് CPIM. സദാം ഹുസൈന് പിന്തുണ നൽകുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനവും സാമ്രാജ്യത്വത്തിനെതിരായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായിട്ട് സദാം ഹുസൈൻ മാറിയപ്പോഴാണ്. ആ നിലപാട് അന്നും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ ഇനിയും തള്ളിപ്പറയുക എന്നുള്ള നിലപാടിലേക്കല്ല പോകുന്നത്. മതത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രമാക്കുക എന്നുള്ള മതരാഷ്ട്ര ചിന്ത അതിവിടെ ഇന്ത്യയിലാകുമ്പോഴും ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അത് രണ്ടും വർഗീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മതരാഷ്ട്രവാദത്തിനാണ് ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കുന്നത്. ലവ് ജിഹാദിനെ സംബന്ധിച്ച് പറയേണ്ടത് CPM ആണ് ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് എന്നാണ്. ലവ് ജിഹാദ് പ്രശ്നം സംഘപരിവാറിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തെ കേരളത്തിൽ ശക്തിയായിട്ട് എതിർത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടും CPM-നെതിരായി ഇങ്ങനെയൊരു നിലപാട് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ എന്തിനാണ് സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വ്യക്തം. ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമും SDPIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിലെല്ലാം ഉണ്ടാക്കിയ, ലീഗും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുമ്പോൾ CPM-നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒതുക്കാൻ ഉതകുന്ന നിലപാട് പ്രസിഡന്റിൻ്റെ തന്നെ ഭാഗത്തുനിന്ന് ആവുമെന്നാണ് അവർ ധരിച്ചത്. അത് അവർ തന്നെ പരിഹാസ്യമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്.